രാമായണ മാസം 14-ാം ദിനമായ ഇന്ന് ദശരഥ മഹാരാജാവ് തന്റെ മന്ത്രിയോടും കൗസല്യയോടും തന്റെ ശാപത്തെപ്പറ്റി വിവരിക്കുകയാണ്. യൗവനകാലത്ത് ഒരു രാത്രിയിൽ ഞാൻ വില്ലും ശരവും ധരിച്ച് കാട്ടിൽ നായാട്ടിനു പോയി. നദീതീരത്ത് ഏതെങ്കിലും മൃഗം വെള്ളം കുടിക്കാൻ വരും, അപ്പോൾ അതിനെ കൊല്ലാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു മരത്തിന്റെ മറവിൽ ഒളിഞ്ഞിരുന്നു. ആ സമയം അതുവഴി ഒരു മുനികുമാരൻ തന്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം എടുക്കാനായി നദീതീരത്തേക്ക് വന്നു. ആ മുനികുമാരൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അസ്ത്രം പ്രയോഗിച്ചു. പെട്ടെന്ന്, ആരാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്റെ അച്ഛനമ്മമാർ അവിടെ ദാഹിച്ച് വിശന്നിരിക്കുകയാണ്, അവർക്ക് ഈ വെള്ളം കൊണ്ട് കൊടുക്കണമല്ലോ എന്നൊക്കെയുള്ള കരച്ചിൽ കേട്ടു. അങ്ങനെ ഞാൻ അവിടേക്ക് പോയപ്പോൾ ഞാൻ അയച്ച ശരം തറച്ച് ഒരു മുനികുമാരൻ അവിടെ കിടക്കുന്നു. ഞാൻ ഉടൻ തന്നെ ആ മുനികുമാരന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ഞാൻ ദശരഥനാണെന്നും അയോധ്യയിലെ രാജാവാണെന്നും അറിയിച്ചു. ഞാൻ മൃഗമാണെന്നു കരുതി അസ്ത്രം പ്രയോഗിച്ചതാണ്, മുനികുമാരനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മുനികുമാരൻ പറഞ്ഞു, അങ്ങയ്ക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുകയില്ല. എൻ്റെ അച്ഛനും അമ്മയും അവിടെ ദാഹിച്ച് വിശന്നിരിക്കുകയാണ്. അങ്ങൊരു കാര്യം ചെയ്യുക, അവിടെ ചെന്ന് അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് നടന്ന സത്യം പറഞ്ഞ് അവർക്ക് കുടിക്കാനായി ഈ വെള്ളം കൊടുക്കുക. അങ്ങിപ്പോൾ ഈ ശരം എൻ്റെ ദേഹത്തു നിന്നും ഊരിയെടുക്കുക, ഞാൻ സുഖമായി മരിച്ചു കൊള്ളട്ടെ. അങ്ങനെ ഞാൻ ആ മുനികുമാരന്റെ ദേഹത്തു നിന്നും ആ ശരം ഊരിയെടുക്കുകയും മുനികുമാരൻ ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഞാൻ ആ കുടത്തിലെ വെള്ളവുമായി അവരുടെ ആശ്രമത്തിലെത്തി. അവിടെ ആ മുനികുമാരന്റെ അച്ഛനമ്മമാർ വൃദ്ധരും അന്ധരുമായിരുന്നു. എന്റെ കാലൊച്ച കേട്ട് അവർ ചോദിച്ചു, എന്താ മകനെ ഇത്രയും താമസിച്ചത്? ഞങ്ങൾ വെള്ളം കുടിക്കാൻ ദാഹിച്ച് നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ പുത്രനല്ല, ഞാൻ ദശരഥ മഹാരാജാവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ അവര് വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട് ഉടൻ അവർ ഒച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മകന്റെ അടുത്ത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകൂ. അപ്രകാരം ഞാൻ അവരെ അവരുടെ മകന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവർ ആ മകനെ തലോടിക്കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ, അവരെ അന്ധരായതുകൊണ്ട് തന്നെ ഇനി ഈ മകനില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള ഒരുപാട് ദുഃഖങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്തു. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മകന് ഒരു ചിത ഒരുക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ ദുഃഖത്തോടുകൂടി ചിത ഒരുക്കി കൊടുക്കുകയും ആ മുനികുമാരനെ ആ ചിതയിൽ എടുത്തു വെച്ച് കത്തിക്കുകയും ചെയ്തു. അവരും ആ ചിതയിൽ തന്നെ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു. അന്ന് ആ അച്ഛൻ എന്നെ ശപിച്ചു, അങ്ങയുടെ അവസാന കാലങ്ങളും പുത്ര ദുഃഖത്താലായിരിക്കുമെന്ന്. അതാണ് ഞാൻ ഇന്ന് ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം ദശരഥ മഹാരാജാവ് രാമാ രാമാ സീതയെ, രാമാ ലക്ഷ്മണ എന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. അങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ദുഃഖിച്ച് അവശനായ ദശരഥ മഹാരാജാവ് ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി. പിറ്റേ ദിവസം വസിഷ്ഠ മഹർഷി മന്ത്രിമാരോടുകൂടി കൗസല്യയുടെ അന്തപുരത്തിലെത്തി. മരിച്ച രാജാവിന്റെ ശരീരം കേടുവരാതിരിക്കാനായി എണ്ണത്തോണിയിൽ കിടത്തി. അതിനുശേഷം കേകയ രാജ്യത്തു പോയി ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുവരാനായി ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ യുധാജിത്തിനോട് കാര്യം പറയുകയും യുധാജിത്ത് അത് ഭരതനോട് പെട്ടെന്ന് തന്നെ അയോധ്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പെട്ടെന്നുള്ള തീരുമാനം കേട്ട് ഭരതൻ ആകെ ആശങ്കയിലായി. പെട്ടെന്ന് തന്നെ ഭരതൻ അയോധ്യയിലെത്തി. അയോധ്യയിലെത്തിയപ്പോൾ ആകെ ശൂന്യത. അലങ്കാരങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ വിഷമിച്ചു. ഭരതൻ ആദ്യം തന്റെ അമ്മയായ കൈകേയിയുടെ അടുത്താണ് പോയത്. അവിടെ ചെന്നപ്പോൾ കൈകേയി ഒറ്റയ്ക്ക് ഒരു സിംഹാസനത്തിലിരിക്കുന്നു. കൈകേയി ആകട്ടെ ഭരതനെ കണ്ടപ്പോൾ വളരെ സന്തുഷ്ടയായി. ഓടി വന്ന് തന്റെ മകനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് കേകയ രാജ്യത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. കൈകേയിയുടെ രാജ്യമാണല്ലോ കേകയ രാജ്യം. അവിടെ
തന്റെ അച്ഛനമ്മമാർക്ക് സുഖമാണോ, സഹോദരന് സുഖമാണോ എന്നിങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നാൽ ഭരതനാകട്ടെ അപ്പോഴും ഒരു ആശങ്കയിലായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഭരതൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്താണ് ഇവിടെ മൊത്തത്തിൽ ഒരു മൂകത? അമ്മയെ ഇന്നു വരെ ഞാൻ അച്ഛന്റെ കൂടെ അല്ലാതെ കണ്ടിട്ടില്ലല്ലോ. ഇതെന്താണ് അമ്മ ഒറ്റയ്ക്കിരിക്കുന്നത്? അച്ഛൻ എവിടെ? ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനു മറുപടിയായി കൈകേയി പറഞ്ഞു, അച്ഛൻ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ഇത് കേട്ടയുടനെ ഭരതന് ബോധക്ഷയമുണ്ടായി. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ ഭരതൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, അച്ഛൻ അവസാനമായി എന്താണ് പറഞ്ഞത്? അതിനു മറുപടിയായി കൈകേയി പറഞ്ഞു, രാമ, സീതയെ, ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛൻ പോവുകയായിരുന്നു. അത് കേട്ട ഉടനെ ഭരതൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയത്? അവരെവിടെ പോയി? അവരിവിടെ ഇല്ലേ? ഈ ചോദ്യത്തിന് മറുപടിയായി കൈകേയി നടന്ന സംഭവങ്ങളൊക്കെ ഭരതന് വിവരിച്ചു കൊടുക്കുകയും അമ്മ നിനക്ക് സമ്മാനമായി ഈ രാജ്യം തന്നെ തന്നിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട ഭരതൻ ഒരു മകൻ അമ്മയോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ, അതായത് ദുഷ്ടേ എന്നൊക്കെ വിളിച്ച് ശകാരിച്ച ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ നിന്നും നേരെ ഭരതൻ കൗസല്യയുടെ അടുത്താണ് പോയത്. ഓടിച്ചെന്ന് കൗസല്യയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് കൗസല്യയോട് പറഞ്ഞു, അമ്മേ, ഇതൊന്നും എന്റെ അറിവോടെ സംഭവിച്ചതല്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ആലിംഗനം ചെയ്ത് പൊട്ടിക്കരയുകയാണ്. ഇവരെ എല്ലാവരെയും വസിഷ്ഠ മഹർഷി ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം വസിഷ്ഠ മഹർഷി ഭരതനോട് അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വസിഷ്ഠ മഹർഷി ഭരതനോട് രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ പറയുന്നു. അപ്പോൾ ഭരതൻ അതിനു മറുപടിയായി, ഈ രാജ്യം ജ്യേഷ്ഠനുള്ളതാണ്, രാമനുള്ളതാണ്. ഇത് ഞാൻ ഭരിക്കുകയില്ല എന്ന്, ഈ രാജ്യം ഞാൻ ഏറ്റെടുക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതിനുശേഷം നാളെ തന്നെ ഞാൻ ജ്യേഷ്ഠനെ തിരക്കി വനത്തിലേക്ക് പോവുകയാണ് എന്ന വിവരവും അറിയിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാവരും, അമ്മമാരും വസിഷ്ഠ മഹർഷിയും ഭരതനും ശത്രുഘ്നനും എല്ലാം കൂടെ രാമനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. രാമൻ പോയ അതേ പാതയിലൂടെ തന്നെയാണ് അവരും പോയത്. ആദ്യം ഗുഹനെ കാണുന്നു. ഗുഹനാണെങ്കിൽ ആദ്യം ഒരു ചെറിയ സംശയമൊക്കെ തോന്നി, ഇങ്ങനെ ഇനി ഭരതൻ രാമനെ ഉപദ്രവിക്കാൻ വേണ്ടി വല്ലതും വന്നതാണോ എന്നൊക്കെ. എന്നാൽ സംസാരിച്ച ശേഷം ഭരതൻ രാമനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് എന്നറിഞ്ഞ ശേഷം ഗുഹൻ തന്നെ അവരെ ഗംഗാ നദി കടത്തിവിടുന്നു. അവിടുന്ന് അവർ ഭരദ്വജ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ഭരദ്വജ മുനി അവർ ചിത്രകൂടത്തിലുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ യമുനാ നദി കടന്ന് ചിത്രകൂടത്തിൽ എത്തിച്ചേരുന്നു. അവിടെ രാമനെ കണ്ടയുടൻ തന്നെ ഭരതൻ ഓടിച്ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. രാമനാകട്ടെ തന്റെ അനുജനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്യുന്നു. കണ്ണുനീർ കൊണ്ട്, സന്തോഷാശ്രുക്കൾ കൊണ്ട് കുളിപ്പിച്ചു. അമ്മമാരെയും വസിഷ്ഠ മഹർഷിയെയും അനുജനെയും ഒക്കെ കണ്ട രാമൻ അച്ഛന് സുഖമാണോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ വസിഷ്ഠ മഹർഷി അച്ഛന്റെ മരണവാർത്ത, അച്ഛൻ സ്വർഗത്തിലേക്ക് പോയ വിവരം രാമനെ അറിയിക്കുന്നു. രാമൻ അത് കേട്ട് പൊട്ടിക്കരയുന്നു. അതിനുശേഷം നദിയിലേക്കിറങ്ങി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ അങ്ങയെ ഇവിടെ നിന്ന് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നത്. എന്റെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ അതൊക്കെ മറന്ന് ഞങ്ങളുടെ കൂടെ വരിക. ഞാൻ അഭിഷേകത്തിനായുള്ള എല്ലാ സാധനങ്ങളുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് തന്നെ അങ്ങയെ ഒരു രാജകുമാരനായി കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടയുടനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛന്റെ വാക്ക് സഫലമാക്കണം. അതുകൊണ്ട് ഞാൻ 14 കൊല്ലം വനവാസം അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ അയോധ്യയിലേക്ക് മടങ്ങി വരികയുള്ളൂ. നീ ഇപ്പോൾ അയോധ്യയിൽ പോയി രാജ്യം ഭരിക്കുക. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ പറയുകയും
ഭരതൻ എത്ര പറഞ്ഞിട്ടും ഭരതൻ തന്റെ വാശി ഇല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നും തീരുമാനത്തിൽ നിന്നും മാറാൻ തയ്യാറാകുന്നില്ല. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു വസിഷ്ഠ മഹർഷിയെ. അതുപ്രകാരം വസിഷ്ഠ മഹർഷി ഭരതനെ മാറ്റി വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു, തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്നും രാവണനെയും രാക്ഷസ കുലത്തെയും വധിക്കാനായാണ് അവതരിച്ചിരിക്കുന്നതെന്നും ആ ധർമ്മം പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ അയോധ്യയിലേക്ക് മടങ്ങി വരികയുള്ളൂ എന്നും അറിയിച്ചു. ഇത് കേട്ട ഭരതന് അത്ഭുതവും അതിശയവും സന്തോഷവും ഒക്കെ തോന്നി. അതിനുശേഷം ഭരതൻ ശ്രീരാമചന്ദ്രനോട് വന്നു പറയുകയാണ്, അങ്ങ് എങ്കിൽ എനിക്ക് ഒരു ഉപകാരം ചെയ്യുക. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളിൽ പാതുകങ്ങളുണ്ട്. അത് അങ്ങയുടെ കാലിൽ ധരിച്ച ശേഷം എനിക്ക് തന്നുവിടുക. ഞാൻ അത് കൊണ്ടുപോയി സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചു കൊള്ളാം. 14 വർഷം കഴിയുന്ന അടുത്ത ദിവസം തന്നെ അങ്ങ് അവിടെ എത്തിയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാണഹത്യ ചെയ്യും. ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ സാധനങ്ങളിൽ നിന്നും പാതുകങ്ങൾ എടുത്ത് ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കുകയും ശ്രീരാമചന്ദ്രൻ അത് കാൽക്കൽ അണിഞ്ഞ ശേഷം തിരിച്ച് ഭരതനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ശ്രീരാമചന്ദ്രനോട് യാത്ര പറഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങി. എന്നാൽ ജ്യേഷ്ഠനില്ലാത്ത അയോധ്യയിലേക്ക് താൻ വരികയില്ല എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ വന്നതിനു ശേഷം മാത്രമേ അയോധ്യയിൽ കാൽ വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഭരതനും ശത്രുഘ്നനും അയോധ്യയുടെ അടുത്തു തന്നെയുള്ള നന്ദി ഗ്രാമത്തിൽ ഒരു പർണശാല പണിഞ്ഞ് അവിടെ താമസിച്ചു. അവിടെ തന്നെ ഒരു സിംഹാസനം ഒരുക്കി അതിൽ ഈ പാതുകങ്ങൾ വെച്ച് പൂജിച്ചു. ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണോ കാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ ഒരു മുനിയെ കൂട്ട് ഭരതനും ശത്രുഘ്നനും ഇവിടെ നന്ദി ഗ്രാമത്തിൽ വസിച്ചു വന്നു. ഇനി എന്തായിരിക്കും കഥയുടെ ബാക്കി? അറിയണമെങ്കിൽ നാളെയും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.